So welcome back to the channel. So നമ്മൾ നോക്കാൻ പോകുന്നത് മൊഡ്യൂൾ 2ന്റെ ലാസ്റ്റ് ടോപ്പിക്കായ 3D ട്രാൻസ്ഫോർമേഷൻസ് ആണ്. ബേസിക് 3D ട്രാൻസ്ഫോർമേഷൻസ്. സോ എന്താണ് 2D എന്താണ് 3D എന്ന് നിങ്ങൾക്ക് അറിയാമല്ലേ? 2D എന്ന് പറയുമ്പോൾ നമ്മളവിടെ ഫോക്കസ് ചെയ്ത പ്ലെയിൻസ് ഏതാണ്? എക്സ് വൈ പ്ലെയിൻ ആണ്. 3D എന്ന് പറയുമ്പോൾ അവിടെ 3 ഇത് വരും, എക്സും വരും, വൈയും വരും, ഇസഡ് പ്ലെയിനും വരും. അതാണ് 3D ട്രാൻസ്ഫോർമേഷൻസ്. ഓക്കെ, 3 dimensional transformation. The methods for geometrical transformations and object modeling in 3D are extended from 2D methods by including the consideration for z coordinates. Z coordinateനെയും കൂടി കൺസിഡർ ചെയ്തിട്ടുള്ള ഒരു എക്സ്റ്റൻഷൻ ആണ് 2D യിൽ നിന്ന് 3D ട്രാൻസ്ഫോർമേഷനിലോട്ട് ഉള്ളത്. 3D transformations takes place in 3-dimensional plane. 3D transformations are important and a bit more complex than 2D transformation. നമുക്കറിയാം z coordinateും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ 2D ട്രാൻസ്ഫോർമേഷൻസ് എന്തായിരിക്കും? അടിയും കുറച്ചും കൂടെ ബിറ്റ് മോർ കോംപ്ലക്സ് ആയിരിക്കും 3D ട്രാൻസ്ഫോർമേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ ആണ് 3D ട്രാൻസ്ലേഷൻ ഉണ്ട്. നമ്മൾ 2Dയിൽ എന്തൊക്കെ പഠിച്ചോ അതെല്ലാം ഇതിലും വരുന്നുണ്ട്. 3D റൊട്ടേഷൻ, 3D സ്കെയിലിംഗ്, 3D റിഫ്ലക്ഷൻ, 3D ഷിയറിംഗ്. ഫസ്റ്റ് വൺ നോക്കാം, 3D ട്രാൻസ്ലേഷൻ. ഇറ്റ് ഈസ് ദ മൂവ്മെൻറ്റ് ഓഫ് ഒബ്ജക്റ്റ് ഫ്രം വൺ പൊസിഷൻ ടു അനദർ പൊസിഷൻ. നമ്മൾ 2D പഠിച്ച സെയിം ഡെഫിനിഷൻ തന്നെയാണ് ഇവിടെ, ജസ്റ്റ് പ്ലെയിൻ ആണ് മാറുന്നത്, ഒരു ഇസഡും കൂടെ വരുന്നേ ഉള്ളൂ. സോ ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഒബ്ജക്റ്റിൻ്റെ ഒരു പൊസിഷനിൽ നിന്ന് വേറൊരു പൊസിഷനിലോട്ടുള്ള മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ചേഞ്ച് ആണ് ട്രാൻസ്ലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ 3D ആകുമ്പോൾ ഏതൊക്കെ വെക്ടേഴ്സ് വരും? ഇസഡും വൈ, എക്സ് വൈ ഇസഡ് ഡയറക്ഷൻസിലായിരിക്കും വെക്ടേഴ്സ്. അപ്പോൾ നോക്കാതെ ഈ ഒരു ഫിഗർ നോക്കിയേ, ട്രാൻസ്ലേഷൻ്റെ കണ്ടോ, എക്സ് വൈ ഇസഡ്, എക്സ് വൈ ഇസഡ് പ്ലെയിനിലായിരിക്കും ട്രാൻസ്ലേഷൻ ഇനി നടക്കാൻ പോകുന്നത്. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ നമ്മളെ ഫോർമുലയാണ്, അത് നമ്മൾ നേരത്തെ പഠിച്ച 2D പഠിച്ച സമയത്തിൽ ട്രാൻസ്ലേഷൻ ഫംഗ്ഷനുമായിട്ട് ആഡ് ചെയ്തു അല്ലേ? എക്സോൾഡിൻ്റെ കൂടെ ട്രാൻസ്ലേഷൻ ഫംഗ്ഷൻ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എക്സ് ന്യൂ കിട്ടുന്നത്. 3Dയിലാകുമ്പോൾ അവിടെ ഇസഡിനെയും കൂടി കൺസിഡർ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഫോർമുല എങ്ങനെയാവും? എക്സ് ഡാഷ് ഈക്വൽ ടു എക്സ് പ്ലസ് ടി എക്സും വൈ ഡാഷ് ഈക്വൽ ടു വൈ പ്ലസ് ടി വൈയും ഇസഡ് ഡാഷ് ഈക്വൽ ടു ഇസഡ് പ്ലസ് ടി എക്സ്. ഇതിൽ ഈ എക്സ് ഡാഷ് എന്ന് പറയുന്നത്, വൈ ഡാഷ് എന്ന് പറയുന്നത് ന്യൂ ആണ്, എക്സ് എന്ന് പറയുന്നത് ഓൾഡ് ആണ്, ഓൾഡ് കോർഡിനേറ്റും ന്യൂ കോർഡിനേറ്റും. ഓക്കെ, അതിൻ്റെ മെട്രിക്സ് നോക്കിയേ, ഒരു പുതിയ ഒരു ഇതും കൂടെ വരും, എക്സ് ഡാഷ് വൈ ഡാഷ് ഇസഡ് ഡാഷും കൂടെ വന്നായിരിക്കും എഴുതുന്നത്. ഓക്കെ, ഇനി താഴെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ട്രാൻസ്ലേറ്റ് ദ ഗിവൺ പോയിന്റ് പി 10,10 വിത്ത് എ ട്രാൻസ്ലേഷൻ വെക്ടർ 10, 25. ഈ ട്രാൻസ്ലേഷൻ വെക്ടറാണ് നമ്മൾ ഈ ടി എക്സ് ടി വൈ ടി ഇസഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യും? പി എന്ന് പറയുന്നത് 10 ആണ്, 10 ഉണ്ട്, 10, 10. ഇതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാന്ന് പറയുമ്പം എന്ത് ചെയ്യുക? ഈ ട്രാൻസ്ലേഷൻ വെക്ടർ എക്സും വൈ ഇസഡിൻ്റെ ട്രാൻസ്ലേഷൻ വെക്ടർ ആഡ് ചെയ്യുക. ഫസ്റ്റ് വൺ ആഡ് ചെയ്യുമ്പോൾ എങ്ങനെ ട്രാൻസ്ഫോം ചെയ്ത് കിട്ടും? പി 10 പ്ലസ് 10 ആകുമ്പോൾ എന്ത് 20 ആവും, 10 പ്ലസ് 20 ചെയ്യുമ്പോൾ 30, 10 പ്ലസ് 5 ചെയ്യുമ്പോൾ 50. അപ്പോൾ ഇതാണ് 3D ട്രാൻസ്ലേഷൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ന്യൂ കോർഡിനേറ്റ്. ഓക്കെ, ഇത് എക്സാമിന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് ഒറ്റ സ്റ്റെപ്പിൽ എഴുതൽ, സ്റ്റെപ്പായിട്ട് എന്തൊക്കെയാണ് വെക്ടേഴ്സും എന്തൊക്കെയാണ് ആ ഒരു ഫോർമുല എന്നും എഴുതി സ്റ്റെപ്പ് എഴുതി വേണം ചെയ്യാൻ. നെക്സ്റ്റ് ടോപ്പിക്കാണ് 3D റൊട്ടേഷൻ. 3D റൊട്ടേഷൻ ഇറ്റ് ഈസ് എ മൂവിങ് ഓഫ് എൻ ഒബ്ജക്റ്റ് എബൌട്ട് ആൻ ആംഗിൾ. നമുക്കറിയാം റൊട്ടേഷൻ ഓഫ് ആൻ ആംഗിൾ ബേസ് ചെയ്ത് വിത്ത് റെസ്പെക്ട് ടു ആൻ ആംഗിൾ ഒരു ഒബ്ജക്റ്റിൻ്റെ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ റൊട്ടേഷനാണ് 3D റൊട്ടേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ മൂവ്മെൻറ്റ് രണ്ട് രീതിയിൽ സാധിക്കാം. മൂവ്മെൻറ്റ് ക്യാൻ ബി ആൻറ്റി ക്ലോക്ക് വൈസ് ആവാം, ക്ലോക്ക് വൈസും ആവാം. 3D റൊട്ടേഷൻ ഈസ് കോംപ്ലക്സ് ആസ് കമ്പയർഡ് ടു ദ 2D റൊട്ടേഷൻ. 2D റൊട്ടേഷൻ വെച്ച് നോക്കുമ്പോൾ 3D റൊട്ടേഷൻ എന്താണ്? കുറച്ച് മോർ കോംപ്ലക്സ് ആയിരിക്കും. റൊട്ടേഷൻ ഓഫ് ദ ആംഗിൾ വിത്ത് റെസ്പെക്ട് ടു നോക്കുക, വൈ ആക്സിസ് റൊട്ടേഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഓരോ ആക്സിസ് വിത്ത് റെസ്പെക്ട് ടു ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻസ് ആണ് ഈ ആരോ മാർക്കിട്ട് കാണിച്ചിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ വൈ ആക്സിസ് ഇവിടെ കാണിച്ച് ഇങ്ങനെയാണെങ്കിൽ അത് എങ്ങോട്ടായിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്ന? ഈ ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും, എക്സ് ഇസഡ്. അല്ല, ആദ്യത്തെ ഇസഡ് ആക്സിസ് റൊട്ടേഷൻ്റെ
നോക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ 2Dയിൽ പഠിച്ച സെയിം ഫോമുലയാണ് യൂസ് ചെയ്യുന്നത്. ഇസഡ് വരുമ്പോൾ ഇസഡ് ആക്സിസ് റൊട്ടേഷൻ ആണെങ്കിൽ അവിടെ ഇസഡ് പ്രിസർവ് ചെയ്യും. അതായത് ഇസഡ് ഡാഷ് ഈക്വൽ ടു ഇസഡ് തന്നെയായിരിക്കും. ഇസഡ് കോർഡിനേറ്റിൽ എന്ത് വരത്തില്ല, ചേഞ്ച് വരത്തില്ല. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? എന്ത് മാത്രമേ അവിടെ ഉള്ളൂ, എക്സ് മാത്രമേ അവിടെ ചേഞ്ച് ആവുള്ളൂ. ഇസഡ് എന്ന് പറയുന്നത് ഇസഡ് ന്യൂ എന്ന് പറയുന്നത് ഇസഡ് ഓൾഡിന് ഈക്വൽ ആയിരിക്കും. എക്സിൻ്റെ ഫോമുല മാത്രം മാറും. എക്സ് ഡാഷ് ഈക്വൽ ടു എക്സ് കോസ് തീറ്റ മൈനസ് വൈ സൈൻ തീറ്റ, വൈ ഡാഷ് ഈക്വൽ ടു എക്സ് സൈൻ തീറ്റ പ്ലസ് വൈ കോസ് തീറ്റ. ഓക്കെ, അതിൻ്റെ മെട്രിക്സും കൊടുത്തിട്ടുണ്ട്, നോക്കിയാൽ മതി. ഓക്കെ, ഇനി വൈ ആക്സിസ് റൊട്ടേഷൻ അല്ല എക്സ് ആക്സിസ് റൊട്ടേഷൻ ആണെങ്കിലോ അവിടെ ആര് പ്രിസർവ് ആവും, എക്സ് പ്രിസർവ് ആവും. അതായത് എക്സ് ഡാഷ് എക്സ് ന്യൂ എന്ന് പറഞ്ഞാൽ ഓൾഡ് എക്സിന് ഈക്വൽ ആയിരിക്കും. ബാക്കി ആരൊക്കെ ചേഞ്ച് ആവും, ഇസഡ് ചേഞ്ച് ആവും, വൈയും ചേഞ്ച് ആവും. ഓക്കെ, ഇതാണ് ആകെ ഉള്ള വ്യത്യാസം. ഇനി വൈ ആക്സിസ് റൊട്ടേഷൻ ആണെങ്കിലോ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ എവിടെ ആയിരിക്കും, വൈ എന്തായിരിക്കും, വൈ ഡാഷ് ഈക്വൽ ടു വൈ ആയിരിക്കും, അല്ലെങ്കിൽ വൈ ന്യൂ ഈക്വൽ ടു വൈ ഓൾഡ് ആയിരിക്കും. ചേഞ്ച് വരുന്നത് എക്സിനും ഇസഡിനും മാത്രമായിരിക്കും. അപ്പോൾ ഇസഡിൻ്റെ ഇത് ഇക്വേഷൻ എങ്ങനെയാണെന്നറിയോ? ഇസഡിൻ്റെ ഇക്വേഷൻ നമ്മൾ എക്സിൻ്റെ അല്ലേ ഇക്വേഷൻ തന്നിട്ടുള്ളൂ. ഇസഡിൻ്റെ ഇക്വേഷൻ എങ്ങനെയായിരിക്കും, അതും സെയിം ആയിരിക്കുമോ? സെയിം ആയിരിക്കും, ഡിഫറെൻ്റ് ആയിരിക്കുമോ? ഇസഡ് നമ്മളിപ്പോൾ എക്സിന് എക്സ് സൈൻ എന്തോന്ന് എക്സ് സൈൻ തീറ്റ എന്നല്ലേ, അതും കൂടെ ശ്രദ്ധിക്കണേ. അതായത് എക്സിന് എക്സ് സൈൻ തീറ്റ നമ്മൾ പഠിച്ചതല്ലേ, അതിന് മാറി ഇവിടെ ഇസഡ് സൈൻ തീറ്റ, ഇസഡ് ആണ് പ്രിസർവ് ചെയ്യണത്, വൈ ആണ് പ്രിസർവ് ചെയ്യണം. വൈ പ്രിസർവ് ചെയ്യണമെങ്കിൽ അവിടെ എന്ത് ചെയ്യും, എക്സ് സൈൻ തീറ്റ പ്ലസ് എക്സ് കോസ് തീറ്റ എന്നും, മറ്റേത് ഇസഡ് ഡാഷ് ഈക്വൽ ടു ഇസഡ് കോസ് തീറ്റ മൈനസ് എക്സ് സൈൻ തീറ്റ എന്നും പറയാം. മനസ്സിലായോ? ഇതാണ് ആകെയുള്ള ചേഞ്ച്. ഇനി നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് സ്കെയിലിംഗ് ആണ്. സ്കെയിലിംഗ് നമ്മൾ 2D ട്രാൻസ്ഫോർമേഷനിൽ പഠിച്ച സ്കെയിലിംഗ് തന്നെയാണ്. ചേഞ്ച് ഓഫ് ദ സൈസ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ആണ്. അവിടെ 3 സ്കെയിലിംഗ് ഫാക്ടർ ഇനി വരും. വൈ ഡയറക്ഷനിൽ ഒരു സ്കെയിലിംഗ് ഫാക്ടർ വരും, ഇസഡ് ഡയറക്ഷനിൽ വരും, എക്സ് ഡയറക്ഷനിൽ വരും. സ്കെയിലിംഗ് ഫാക്ടർ ചെയ്യാൻ അറിയാമല്ലോ, മൾട്ടിപ്ലിക്കേഷൻ ആണല്ലേ. അതായത് സ്കെയിലിംഗ് എക്സ് എക്സും എക്സ് വൈയും തമ്മിൽ ഓൾഡ് കോർഡിനേറ്റ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ന്യൂ കോർഡിനേറ്റ് കിട്ടും. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ഇവിടെ തന്നിട്ടുണ്ട്, ചെയ്തു നോക്കുക. ഓക്കെ, ഇല്ല അതർ ട്രാൻസ്ഫോർമേഷൻ നമ്മളിപ്പം നേരത്തെ പഠിച്ച റിഫ്ലക്ഷൻ ഉണ്ട്. റിഫ്ലക്ഷൻ മിറർ ഇമേജ് ആണ്. അത് എക്സ് വൈ പ്ലെയിനിലും വൈ ഇസഡ് പ്ലെയിനിലും എക്സ് ഇസഡ് പ്ലെയിനിലും എങ്ങനെയാണെന്നാണ്. ഓക്കെ, നമ്മൾ പറഞ്ഞു എക്സ് വൈ പ്ലെയിനിലാണെങ്കിൽ എന്തൊക്കെ അവിടെ ചേഞ്ച് വരുള്ളൂ, എക്സും വൈയും കോൺസ്റ്റൻ്റ് ആയിരിക്കും. മൂന്നാമതുള്ള പ്ലെയിൻ ആരാണ്, ഇസഡ് ആണ്. അപ്പോൾ ഇസഡ് ആയിരിക്കും അവിടെ എന്താവുന്നത്, നെഗറ്റീവായിട്ട് വരുന്നത്. വൈ ഇസഡ് പ്ലെയിനിലാണെങ്കിലോ എക്സ് ആണ് എന്താവുന്നത് അവിടെ നെഗറ്റീവ് ട്രാക്ക്, അതായിരിക്കും എക്സിൻ്റെ ആ ഒരു പ്ലെയിൻ ആയിരിക്കും ചേഞ്ച് ആവുക. എക്സ് ഇസഡിലാണെങ്കിലോ വൈ ആയിരിക്കും. ഓക്കെ, ഇനി ഷിയറിങ്ങിൻ്റെ കേസിലും ഷിയറിങ് അറിയാലോ, ഷേപ്പ് മോഡിഫൈ ചെയ്യുക, കോർഡിനേറ്റ് മാറ്റി ഷേപ്പ് ഇത് ചെയ്യുക. അപ്പോൾ നോക്കി ഇവിടെ ഫസ്റ്റ് ഇസഡ് ആക്സിസ് ഷിയർ മെട്രിക്സ് ആണെങ്കിലോ ഇസഡ് ആക്സിസിന് അവിടെ ആരൊക്കെ, ഇസഡ് എയും ബിയും ആയിട്ട് കണ്ടോ മാറ്റിയത് കണ്ടോ. അടുത്ത് ഇവിടെ ഷിയർ പാരാമീറ്റർ ആണ്, ഇവിടെ വരും ഇസഡ് ആക്സിസിൻ്റെ അവിടെയാണ് എ ബി എന്ന് പറഞ്ഞാൽ ഷിയറിംഗ് പാരാമീറ്റർ ചെയ്യുന്നത്. അടുത്ത് ഇവിടെ ഷിയർ മെട്രിക്സ് എക്സ് ആക്സിസിലാണെങ്കിലോ എക്സിൻ്റെ അവിടെ എയും ബിയും, അത് എക്സ് കോൺസ്റ്റൻ്റ് ആയിട്ട് വയ്ക്കും. എക്സിൻ്റെ വാല്യൂ ഇവിടെ നോക്കിയപ്പോൾ ഇസഡ് ആക്സിസ് നോക്കിയപ്പം ഇസഡിൻ്റെ 1 0 0 വെയിറ്റ് 1 0 0 0 അല്ലേ, വൈയിലും 0 1 0 0. ഇനി ഇസഡിൽ വന്നപ്പം എക്സും ബിയും എന്തായി, വൈ ആയി. ഇസഡിൻ്റെ അവിടെ 1 ആണ്. ഓക്കെ, അങ്ങനെ വേണം എഴുതാൻ. മനസ്സിലായോ? അതായത് ഇത് റെസ്പെക്ട് ടു ഇസഡ് ആക്സിസ് ആണ്. ഇസഡ് ആക്സിസ് വരുന്ന ടൈമിൽ ഇസഡിൻ്റെ ആ ഒരു ഇതിൽ എക്സും വൈയിലുമാണ് പാരാമീറ്റർ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, സോ ഇത്രയുമാണ് 3D ട്രാൻസ്ഫോർമേഷൻസിൽ വരുന്ന ടോപ്പിക്സ്. 3D ട്രാൻസ്ഫോർമേഷൻ അങ്ങനെ അധികം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടില്ല, എന്നാലും നോക്കി വയ്ക്കാം. ഓക്കെ.